വെൽക്കം ബാക്ക് അഗൈൻ. വിനുവാണ്. രാവിലെ തന്നെ ഞാനും ദാസപ്പനും വിനോദക്കും കൂടി വട്ടവളയിലുള്ള ചെറിയ ഗ്രാമക്കാഴ്ച കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. പക്ഷെ നല്ല തണുപ്പാണ്. കൈയൊക്കെ ഉണ്ട് വെളുത്തിരിക്കുന്നുണ്ടോ, പക്ഷെ മുഖം വെളുക്കല്ലോ കേട്ടോ. ഒരു ഹായ് ഒക്കെ പറ. ഹായ്, ഞാൻ പറഞ്ഞിരിക്കുന്നു. ഞങ്ങള് വട്ടവള ലൊക്കേഷനിലോട്ട് പോവാണേ. പക്ഷെ കാഴ്ചകൾ കാണാൻ ഞാൻ പോയിട്ടുള്ളതാണ്. ബിനുവിനോട് ഹെൽപ്പിന് പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ തണുപ്പ് എന്റെ പൊന്നു മോനെ പൊറുക്കുകയല്ല. അപ്പൊ നമുക്ക് ഇനി കാഴ്ചകളോട്ട് പോവാം. അപ്പൊ അങ്ങനെ ദാസപ്പൻ നല്ലൊരു സ്പേസ് കൂടെ വട്ടവള, അതായത് നമ്മൾ വട്ടവളക്കാണ്. അപ്പൊ ദാസപ്പനും ചെറിയൊരു സന്തോഷമുണ്ട് കേട്ടോ. ഇന്ത്യക്കായിട്ട് കേട്ടോ ഒറ്റക്കണ്ണ കഴിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമ്മുടെ മുടുക്കൻ രാവിലെ നമ്മുടെ കൂടത്തുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കണ്ണു പറിക്കാൻ തോന്നില്ല കേട്ടോ. അതേപോലൊരു കാഴ്ചയാണ്. ഈ മൂന്നാർ ലൊക്കേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴല്ലോ മഞ്ഞെന്ന് പറഞ്ഞ കാഴ്ച കാണാൻ പ്രതീക്ഷിക്കുന്നു. ഈ മാസങ്ങളിൽ വരണ്ട, കാരണം മഞ്ഞെന്ന് പറഞ്ഞ സംഗതി അവിടെ ഇല്ല. സാധാരണ മൂന്നാർ എന്ന് പറഞ്ഞാൽ മഞ്ഞിൽ മൂടപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ കണ്ടോ, നമുക്ക് കിട്ടിയ ദൂരെ കണ്ട സകലം മഞ്ഞ നമുക്ക് കിട്ടിയ കണ്ടോ. അത്രേ ഉള്ളൂ. ആ മഞ്ഞാണ് പറന്ന് വരുന്നത് കണ്ടോ. യാത്ര കേട്ടോ. ദാസപ്പൻ ഒറ്റക്കണ്ണൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുക ഇവിടെ കണ്ടോ. അത് നമ്മുടെ ഒരു ഗ്രാമമാണ് കേട്ടോ. പക്ഷെ ആ ഗ്രാമത്തിൽ നമുക്ക് പോകണമെന്നുണ്ട്. പക്ഷെ ഇതിലും നല്ല ഗ്രാമമാണ് നമ്മളത് കാണാൻ പോകുന്നത് കണ്ടോ. ആ മലയുടെ അടിവാരത്താണ് നമ്മളിത് കണ്ടതിപ്പോൾ. അപ്പം നമ്മൾ കണ്ടോ, എന്താ പൊന്നെ മോനെ. ഇപ്പോൾ അങ്ങനെ രാവിലെ തന്നെ പതിവ് പോലെ ഞാനും ദാസപ്പനും പിന്നെ വിനയ് ഇടുക്കിയും കൂടിയാണ് ഞങ്ങളിന്ന് വട്ടവള ഗ്രാമങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പം ഒരുപാട് ഗ്രാമക്കാഴ്ചകളാണ് ഉള്ളത്. പച്ചക്കറി തോട്ടത്തിൻ്റെയും ഫ്രൂട്ട്സുകളുടെയും അത് തന്നെയുമല്ല നല്ല നല്ല ഗ്രാമക്കാഴ്ചകൾ നമുക്ക് കാണാം. ഏകദേശം 4 മണിയായപ്പോഴാണ് ഞാനും ദാസപ്പനും വിനോദിക്കും കൂടി പുറപ്പെട്ടത്. ഈ റോഡിൻ്റെ 2 സൈഡിലും ഒരുപാട് അപായ സൂചനകൾ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അത് തന്നെയുമല്ല ആനിമൽസ് ക്രോസിംഗ് പറഞ്ഞുകൊണ്ട് ഒരുപാട് ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചക്കക്കൊമ്പനും അരിക്കൊമ്പനും പടയപ്പയൊക്കെ മേഞ്ഞു നടന്ന ഒരു സ്ഥലമാണിത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് പോകുമ്പം ഒരു ആനിമൽസിനെയും നമുക്ക് കാണാൻ പറ്റിയില്ല. എഡിറ്റിങ്ങിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ ഞാൻ ഡബ്ബിങ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ യാത്രയിൽ ഭയങ്കര തണുപ്പായിരുന്നു. സംസാരിക്കാൻ പോലും നമുക്ക് പറ്റില്ല, അതുപോലത്തെ തണുപ്പാണ്. അപ്പോൾ അത് തന്നെയുമല്ല ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയുടെ ലെവലൊന്ന് വേറെയാണ് കേട്ടോ. നല്ല യൂക്കാലിപ്പൈ മരങ്ങളുടെ തോട്ടത്തിൻ്റെ ഒരു കാഴ്ച. അത് തന്നെയുമല്ല ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം നല്ല ആനകളുടെ വിളയാട്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അരിയിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ നിന്ന് കാണുന്ന ഈ കാറ്റാടി മരത്തിൻ്റെയൊക്കെ അല്ലെ യൂക്കാലി മരത്തിൻ്റെയൊക്കെ ഒരു സൗന്ദര്യം വേറെ ലെവലാണ് കേട്ടോ. രാവിലെ ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. ഈ 7 മണിക്ക് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ്റെ വെട്ടം കണ്ണിലേക്ക് അടിക്കുമ്പോണ്ടല്ലോ എന്താ മോനെ. പക്ഷേ നിങ്ങൾ ഈ റൂട്ട് യാത്ര ചെയ്യുമ്പോഴല്ലോ നമ്മൾ ഇച്ചിരി രാവിലെ തന്നെ പോകണം. എന്നാലും നമുക്ക് മഞ്ഞും തണുപ്പും എല്ലാം കൊണ്ടും നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഒരു കാഴ്ചകളിലാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്നാൽ പോലും വിദൂര കാഴ്ചകൾ കാണാൻ വേറൊരു ലെവല് തന്നെയാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ തേയിലത്തോട്ടമെല്ലാം പഴയ കണ്ണന്തേവൻ തേയിലത്തോട്ടമാണ് കേട്ടോ. ഇപ്പോൾ അത് AVTയുടെ കൈവശമാണ്. ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം 7-8 കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ. ടോപ്പ് സ്റ്റേഷൻ എന്നൊരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷേ വിനോദിക്ക് കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ട്, എന്തോരം ദൂരമുണ്ടെന്നുള്ളതെല്ലാം നമുക്ക് വിനോദിക്ക് പറഞ്ഞു തരും. പക്ഷേ ഈ കാണുന്ന തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഇതിൻ്റെ ഒരു സൗന്ദര്യം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇവിടങ്ങളിൽ നിന്നും കടകളൊന്നും തുറന്നിട്ടില്ല. രാവിലെ നമ്മൾ പുറപ്പെട്ടതാണ്. പക്ഷെ അത് തന്നെയുമല്ല നമ്മൾ ഈ ടോപ്പ് സ്റ്റേഷനിൽ ചെന്നാൽ നമുക്ക്
കാണാനുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞത് തമിഴ്നാട്ടിലോട്ട് നമ്മുടെ ഹൈറേഞ്ചിൻ്റെ സുഗന്ധദ്രവ്യങ്ങൾ കടത്തിക്കൊണ്ടിരുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പം അതിൻ്റെ പേരാണ് ഡോർവേ വഴിയാണ് ഇത് കടത്തുന്നത്. അപ്പം അവിടെ ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങളും ഗേറ്റും എല്ലാം ഉണ്ട്. പിന്നെ അത് തന്നെയല്ല, അവിടെ നിന്നും ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് പഴയ മൂന്നാറിലേക്കുള്ള ഒരു റെയിൽവേ പാത ഉണ്ടായിരുന്നു. ആ റെയിൽവേ പാതയില്ല, അതിൻ്റെ ആ ഗേറ്റും അതിൻ്റെ ആ സ്റ്റേഷനിലെ ഒരു കാഴ്ചയും സൗന്ദര്യമാണ് നമുക്ക് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് നമുക്കൊന്ന് കാണാൻ പറ്റുന്നത്. കുറച്ചങ്ങ് വണ്ടി ഞങ്ങൾ ഓടിച്ചെന്നപ്പോൾ വിദൂര കാഴ്ചകളൊന്നും നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം ഇപ്പം നല്ല മഞ്ഞ് താന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷെ മഞ്ഞെന്ന് പറഞ്ഞ ഒരു ഭാഗം നമുക്ക് കാണാനില്ല. നേരത്തെ നമ്മൾ മൂന്നാറിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മഞ്ഞിൻ്റെ ഒരു കൂമ്പാരമായിരുന്നു. പക്ഷേ ഇപ്പം മഞ്ഞുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇപ്പം നല്ല സൂര്യപ്രകാശവും നല്ലൊരു ശുദ്ധമായ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഒരു ഭാഗങ്ങളെല്ലാം നല്ല ക്രിസ്റ്റലായിട്ടുള്ള ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് ഇനിയും നമുക്ക് ഏകദേശം 6 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച ലക്ഷ്യത്തോട്ട് എത്താൻ പറ്റുള്ളൂ. പക്ഷേ രാവിലെ തന്നെ റോഡിൻ്റെ ഇരു സൈഡുകളിലും നല്ല നല്ല കടകളുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും ഓപ്പണിംഗ് അല്ല. രാവിലെ തന്നെ നല്ല വിശപ്പുണ്ട്. വെളുപ്പിനെ 4 മണിയായപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. കട്ടപ്പനയിൽ നിന്ന് നമ്മളൊരു കട്ടൻ കാപ്പിയും ഒരു ബണ്ണും കഴിച്ചിട്ടാണ് വന്നത്. അവിടെ വന്ന് മൂന്നാറ്റിൽ വന്ന് ഒരു ചായ കുടിച്ചു. അപ്പോൾ ആ ചായക്ക് നല്ല മധുരം ആയതിൻ്റെ പേരിൽ നമുക്ക് ശരിക്കും വായിക്കാത്ത തന്നെ ഭയങ്കര ഒരു മധുരച്ചൊവയാണ്. ഇപ്പോൾ അങ്ങനെ നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ മാട്ടുപ്പെട്ടി ജലാശയത്തിനോട് ചേർന്ന് ഇച്ചിരി കൂടെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ നമ്മുടെ മുന്നിൽ ഒരു ലോറി കിടന്ന് കളിക്കുന്നതിനാൽ നമുക്ക് റോഡിൻ്റെ കാഴ്ചയും വിദൂര കാഴ്ചകളും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ മുന്നിൽ ഒരു കാറ് കൊണ്ട് ലോറി കണ്ട് കേട്ടോ. ആ ലോറിയുടെയും കാറിൻ്റെയും പുറകിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കാട്ടാനകളും കാട്ടുമൃഗങ്ങളും ഒക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലോറിയും കാറും ഞങ്ങൾ ഒന്നിച്ച് പോകുന്നത്. അപ്പം അവിടുന്ന് ഒരുപാട് വണ്ടികൾ വരാനുണ്ട്. അത് തന്നെയുമല്ല 1ഉം 2ഉം ആയിട്ട് വണ്ടികൾ വരുന്നതേ ഉള്ളൂ. അപ്പം ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാണല്ലോ, ഈ ജൂക്കാലി മരത്തിൻ്റെ ഒരു കാഴ്ചകളേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വെട്ടിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു മീഡിയം സ്പീഡിലാണ് പോകുന്നത്. അത് തന്നെയുമല്ല രാവിലെ തന്നെ നല്ലൊരു വിശപ്പുണ്ട്. ഒരു ചായ കുടിച്ചാലേ നമ്മുടെ ശരീരം ഒന്ന് ഹീറ്റാക്കാൻ പറ്റുള്ളൂ. വീണ്ടും നമ്മളെ ഈ കാറ് ഓവർടേക്ക് ചെയ്യുന്നു. അവർ പേടിച്ചാണ്. അവർ കോഴിക്കോട് എന്നുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത്. നമ്മളോട് അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ആദ്യമായിട്ടാണ് അവർ വരുന്നത്. പക്ഷേ അവരിവിടെ വന്നിട്ട് അന്തം വിട്ടു പോയെന്നാണ് പറഞ്ഞത്. ഇവിടെയുള്ള കാഴ്ചയും സൗന്ദര്യം കണ്ടിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം നമ്മളിത് തന്നെ കേട്ടോ, ഞാനും ഇത് തന്നെയാണ്. ആദ്യമായിട്ട് നമ്മുടെ മൂന്നാറ്റിലോട്ട് പോകുമ്പം ഇവിടുത്തെ കാഴ്ചയും സൗന്ദര്യം കണ്ട് നമ്മളൊന്ന് അന്തം വിടും കേട്ടോ. പക്ഷേ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് മോനെ തണുപ്പ്. പക്ഷേ കണ്ടോ, നമ്മുടെ ഈ യൂക്കാലി മരത്തിൻ്റെ ഇടയിലുള്ള ഒരു യാത്രയാണ് കേട്ടോ. ഈ യാത്രക്കിടെ കാണുന്ന ഈ സൂര്യൻ നമ്മുടെ കണ്ണിലോട്ടടിക്കുമ്പം അതിൻ്റെ ഒരു എന്താ പറയാൻ പറ്റത്തില്ല, അതേ രീതിയിലൊരു വൈബാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഓപ്പോസിറ്റ് കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും പേടിക്കാനില്ല. വെച്ചലക്കി പോവുകയാണ് കേട്ടോ. നമുക്ക് അടുത്ത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ പോകേണ്ട ടോപ്പ് സ്റ്റേഷനിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. അപ്പം ഈ കാർ ഇവിടെ ഒതുക്കി ഇനി ഈ കാറിനെ ഫോളോ ചെയ്ത് ഞങ്ങൾ മൂന്നാർ എന്ന് പറഞ്ഞാൽ മഞ്ഞിൽ മൂടപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പം കണ്ടോ, നമുക്ക് കിട്ടിയ ദൂരെ കണ്ട സകലം മഞ്ഞ നമുക്ക് കിട്ടിയ കണ്ടോ. അത്രേ ഉള്ളൂ. ആ മഞ്ഞാണ് പറന്ന് വരുന്നത്. ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മേഘസ്ഫോടനങ്ങൾ മാത്രമുള്ളൂ കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വട്ടവളയ്ക്ക് പോകുന്ന ഈ യാത്രക്കിടെ നമ്മൾ എല്ലപ്പെട്ടി ഗ്രാമത്തെത്തി കേട്ടോ. ഇവിടെ കൂടുതൽ കൃഷി എന്ന് പറഞ്ഞാൽ ക്യാബേജും ക്യാരറ്റും ബീറ്റ്റൂട്ടും ആണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ലോങ് കാണാൻ പറ്റുള്ളൂ. നമുക്ക് അവിടെ വരെ പോകണമെന്നുണ്ട്. പക്ഷേ ഇത്ര ദൂരം സഞ്ചരിക്കുന്നതിന്റെ പേര് നമുക്ക് ഇവിടെ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അത് തന്നെയല്ല, നല്ല തണുപ്പാണ്. ഇവിടെ നമുക്ക് സംസാരിക്കാൻ ഒന്നും പറ്റത്തില്ല കേട്ടോ. ഉണ്ടോ, ആ കാണുന്നതെല്ലാം ക്യാബേജാണ്. അതിന് തൊട്ടപ്പുറം കാണുന്നതല്ല സൂര്യകാന്തി. പിന്നെ അത് തന്നെയല്ല, അത് തന്നെ മൊത്തം ഇത് പയറുണ്ട്, ക്യാരറ്റ് ഉണ്ട് അല്ലേ. സൂര്യകാന്തി നിൽക്കുന്നൊരു കാഴ്ച കണ്ടോ. ഇവിടുന്ന് അങ്ങ് തുടങ്ങുവാണ് മക്കളെ. കണ്ടോ, ആകാശമൊക്കെ തെളിഞ്ഞ് നീലാകാശമായി ഇന്നാണ്. കണ്ടോ, രണ്ടുപേരും പങ്കെടുക്കുന്നുണ്ട്. അവരെ നമ്മൾ കണ്ടു. ഇനിയാണ് അങ്ങോട്ട് നമ്മുടെ വട്ടവളയുടെ കാഴ്ച സൗന്ദര്യം കാണാൻ. അപ്പോൾ ഈ കാണുന്നൊരു കാഴ്ച ഉണ്ടല്ലോ, ഈ ഒരു ചായക്കടയാണ് കേട്ടോ. ഈ ചായക്കടയിൽ ഒരു ചായ നമ്മൾ ചായ കുടിക്കുമ്പോൾ ഇഞ്ചി ടേസ്റ്റ് കേട്ടോ. ഇഞ്ചി ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ തേയിലത്തോട്ടത്തിൽ നിന്നൊക്കെ ഉള്ള ഇവിടുത്തെ ചായപ്പൊടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്.
അങ്ങനെ ആ താഴെ കാണുന്ന എല്ലാം കൊച്ചു കൊച്ചു ഗ്രാമങ്ങളാണ് കേട്ടോ. നമുക്ക് മൊത്തം കൃഷിയിടങ്ങളാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്ക് കൂടുതൽ കാണാനുള്ളതെന്ന് പറഞ്ഞാൽ കൃഷിയിടങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല തണുപ്പുള്ളൊരു സമയമാണ് ഇപ്പോൾ കേട്ടോ. അങ്ങ് കാണുന്ന എല്ലാം കൊച്ചു 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 വീടുകളാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് തന്നെ കാണുമ്പോൾ അറിയാം അതിൻ്റെ ഒരു സൗന്ദര്യം. നല്ല മഞ്ഞ് പറക്കുന്ന ഇതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റിയ ഒരൊറ്റ മഞ്ഞും കൂട്ടം. അപ്പൊ ആ കൃഷിയിടത്തിന്റെ ഇടയിൽ കൂടെയൊക്കെ നല്ല കൊച്ചു നദി ഒഴുകുന്നത് കേട്ടോ. തുടങ്ങിയിരിക്കുന്നു ഈ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കാത്തിരുന്നത്. ആ കാണുന്ന എന്റെ പൊന്നു മോനെ, എന്താ നല്ല കാഴ്ച നോക്കിയേ, അടിപൊളി സെറ്റ്. ഇതാണ് കണ്ണൻ ദേവൻ മലനിരകൾ. സെറ്റല്ലേ? അതുകൊണ്ട് KSRTC നമ്മളെ വണ്ടിക്ക് കളിക്കുന്ന കളിയുണ്ടോ? നമുക്ക് വണ്ടി നിർത്തിയെടുക്കാനുള്ള സമയമില്ല, അതുകൊണ്ടാണ് ഈ ഡ്രൈവിന് ഇടയ്ക്കെടുക്കുന്നത് കേട്ടോ. സെറ്റല്ലേ? തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു പ്ലേസ് മോനെ അടിപൊളി കേട്ടോ. പച്ചയും മഞ്ഞയും ഇടകലർന്ന് നിൽക്കുന്ന തീരത്തോട്ടത്തിനുണ്ടോ, നല്ല കൊളുന്ന് നല്ല പരുത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല ഞുള്ളാറായി. അപ്പൊ നമുക്ക് ഇവിടുന്ന് താഴെ ചെന്നിട്ടൊരു കാഴ്ച കാണിക്കാം. ഇതാണ് മേഘസ്ഫോടനം കേട്ടോ. കണക്കണ്ടോ മേഘസ്ഫോടനം. പൊന്നെ, മേളിൽ നിൽപ്പുണ്ട് കേട്ടോ. മേളിൽ നിന്നുള്ള ആൾക്കാരെല്ലാം ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ ദിവസം സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റ് വിനോദസഞ്ചാരികളാണ് കേട്ടോ ഈ ഒരു പ്രദേശത്ത്. നമുക്ക് ഇവിടുന്ന് കണ്ണ് പറിക്കാനേ തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് വീണ്ടും ഉണ്ടോ നമുക്ക് യാത്രയുണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഇച്ചിരി സമയം എടുത്തിട്ട് നമ്മൾ വിട്ടു പോവുകയാണ് കണ്ടോ. ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച ഉണ്ടോ. അങ്ങനെ ഇവിടുത്തെ ഈ വഴികളൊക്കെ ഭയങ്കര ദുർഘടമാണ് കേട്ടോ. പക്ഷെ റോഡ് പണിയൊക്കെ നടക്കുന്നതിൽ വീതി വളരെ കുറവാണ്. പക്ഷെ ഒരു വണ്ടിക്ക് കഷ്ടി സൈഡ് എടുക്കാനുള്ള ഇടയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വഴിയിലാണ് കേട്ടോ നമ്മുടെ ഈ മൂന്നാർ വട്ടവളയിലോട്ടൊക്കെ ഉള്ള വഴി കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ തീരെ സൗകര്യക്കുറവാണ് കേട്ടോ. അപ്പോൾ അത് തന്നെയല്ല, ഇവിടുത്തെയൊക്കെ വണ്ടിയൊക്കെ ഒരുപാട് ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ KSRTCകളൊന്നും കറക്റ്റ് സമയത്ത് ഓടി എത്തില്ല കേട്ടോ. ഇവിടുന്ന് അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് നമുക്ക് പോകണം കേട്ടോ. ശകലം കൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ നമ്മുടെ ഡോക്ടേഴ്സിൽ ഉള്ളിടത്തെല്ലാം മുന്നോട്ട്. നമ്മളെ കാണുന്ന പ്രാഷ്മുട്ടും ഉണ്ടോ, ഇത് വേറൊരു ഐറ്റമാണ് കേട്ടോ. നമ്മളാരും അങ്ങാദ്യം കണ്ടിട്ടില്ല. പക്ഷെ ഭയങ്കര മധുരമാണ് പറഞ്ഞത്. പിന്നെ ദിവസം നല്ല തിരക്കാണ്. നമ്മൾ വെച്ചടിച്ച് നേരെ നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് പോകും കേട്ടോ. അടിപൊളി. വന്നിവിടെ നിന്ന് പോയാന്ന് തോന്നുന്നു. പിന്നേട്ടാ ഏതാ പിന്നേട്ടാ ഗേറ്റ്? ഒരു റെയിൽവേ സ്റ്റേഷൻ പോലത്തെ സൈബ്മാർ റെയിൽവേ സ്റ്റേഷൻ പോലത്തെ സ്ഥലമായിരുന്നു. ഒരു മോണോ റെയിലൊക്കെ ഉണ്ടായിരുന്നു പഴയ മൂന്നാറിലോട്ട്. ആദ്യത്തെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ സർവീസ് ആയിരുന്നു. 1924 ആ വെള്ളപ്പൊക്കം വന്നപ്പോൾ അതെല്ലാം പോയി. ഓ
പൊടിയുണ്ട്. വറാക്കെ എന്താ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയാനുണ്ടല്ലോ, നമ്മൾ തമിഴ്നാട്ടിലോട്ട് ഇവിടുന്ന് സുഗന്ധ ദ്രവ്യങ്ങൾ കടത്താനായിട്ടൊരു റോപ്പ് വേ ഉണ്ടായിരുന്നു. കാരണം ഇവിടുന്ന് റോഡ് വേ മൂലമാണ് ഇവിടുന്നുള്ള ഈ തേയിലപ്പൊടിയും അതുപോലെ സുഗന്ധ വസ്തുക്കളെല്ലാം കടത്തി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് മറ്റേ തൂത്തുക്കുടി അല്ലേ, തൂത്തുക്കുടിയിൽ എത്തിച്ചിട്ട് അവിടുന്ന് കപ്പല് വിദേശത്തേക്ക്. ഇപ്പോൾ തൂത്തുക്കുടിയിൽ എത്തിച്ചിട്ട് അവിടുന്ന് വിദേശത്തേക്ക് കപ്പൽ മാർഗമാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇവിടുന്ന് കാണുന്ന നല്ലൊരു വ്യൂ ആണ്. പക്ഷെ പറഞ്ഞ കാര്യം ഇപ്പൊ ഒന്നും കാണാൻ പറ്റത്തില്ല. നല്ല അടിപൊളിയായിട്ടുള്ള മഞ്ഞാണ് കേട്ടോ. ഇവിടുന്നാണ് കേട്ടോ, ഇവിടുന്നാണ് മറ്റേ അത് റോഡ് വേ വഴി ചരക്കുകൾ കൊണ്ടുപോയിക്കൊണ്ട്, അതായത് ഇവിടുത്തെ ഹൈറേഞ്ചിലെ സുഗന്ധ ദ്രവ്യങ്ങൾ, അതായത് തൂത്തുക്കുടി കൊണ്ടുവന്ന് അവിടുന്ന് ഷിപ്പ് മാർഗമാണ് വിദേശത്തോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇതെല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. സായിപ്പുമാരുണ്ടാക്കിയ ആ ഒരു റോക്ക് ബേയുടെ ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാലൻസ് ഉള്ളൂ കേട്ടോ. കാരണം 1924 പ്രളയകാലത്താണ് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയത്. അപ്പം അന്ന് ആ പണത്തിന്റെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ബാലൻസ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. വ്യാപാര കച്ചവടം നടക്കുന്ന സമയമാണ് കേട്ടോ. അപ്പൊ അതിനിടയ്ക്ക് ഇതേ വേറെ തോന്നിക്കുന്നുണ്ടോ ഒരു മൈനിങ്. പിന്നെ അത് ഒന്നര കൊണ്ട് എല്ലാത്തിനും ഉണ്ട്. നല്ല മഞ്ഞാണ് കേട്ടോ. അക്കരെയൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല. ഇവിടുന്ന് കാണുന്നൊരു ഭംഗിയുണ്ടല്ലോ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ഈ മഞ്ഞിപ്പം ഇപ്പോഴത്തെ സമയം മാത്രമല്ല, ഇപ്പോൾ 24 hours മഞ്ഞ തന്നെയാണ് കേട്ടോ. ഇതുണ്ടോ, നമ്മുടെ ഫോൺ കൊണ്ട് അടിച്ച് നോക്കിയിരിക്കുകയാണ്. നമ്മള് 20 രൂപയുടെ ടിക്കറ്റ് എടുത്ത് വേണം നമുക്കിനകത്ത് എൻട്രൻസ് ചെയ്യാൻ കേട്ടോ. പക്ഷെ അത് തന്നെയല്ല, ആ വാച്ചിങ് കാലത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണത്തില്ല, വിദൂര കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. നല്ല മഞ്ഞാണ് കേട്ടോ. മുമ്പ് കണ്ടല്ലോ, നമുക്ക് അക്കരെയൊക്കെ ഒരുപാട് കാണാനുള്ള പ്ലേസുകളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ മഞ്ഞ് കയറി മൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമുക്കിനി കുറച്ച് താഴോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഈ വാച്ചിങ് ഗാലറിയുടെ ബിൽഡിങ്ങിൽ കുറെ ചിത്രങ്ങൾ രൂപകൽപ്പന ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് പറയാ ഒരു ഫോറസ്റ്റിന്റെ രീതിയിലുള്ള ചിത്രരചനയാണിത് വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്ന് ഇഷ്ടപ്പെടും തോന്നും കേട്ടോ. അത് തന്നെയല്ല, ഇവിടുന്ന് വേറൊരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ടോ, മഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ടോ, അടിപൊളി അടിപൊളി. ഒന്നാം അങ്ങോട്ട് ബാ. ഇപ്പൊ അങ്ങനെ ഉണ്ടോ, ഒരു ഫാമിലി ഇരിക്കുന്നുണ്ടോ. നമ്മള് കൊടൈക്കനാല് പോയിട്ട് വന്നപ്പോ എന്റെ കൊണ്ടുപോയല്ലേ ഒന്ന് ഭാഗ്യം. അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, നോ എൻട്രി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ചങ്ങ് താഴോട്ട് ഇറങ്ങിപ്പോവാം. ഇത് കൂട്ടിയിടിക്കുക ക്യാമറ എന്നല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ശക്രം ഇവിടെ നിന്ന് മാറി നോക്കുവാണ്, കാഴ്ചകൾ ഇതെല്ലാം കാണാൻ പറ്റുമോ. പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ, എല്ലാം മഞ്ഞ. ഇവിടെ ഒരു കുരിശുപള്ളി ഉണ്ട് കേട്ടോ. ഇതിപ്പോ സായിപ്പന്മാരുടെ ഒക്കെ കാലത്ത് പണിത ഒരു കുരിശുപള്ളിയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു പ്രദേശത്ത് ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഇങ്ങനെ ആരാധന മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒന്നും തന്നെ ഇല്ല. അപ്പം ഇവിടെ നിന്ന് നമുക്ക് താഴെ കുറെ ഹട്ടുകളും കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങോട്ട് നമുക്കൊന്ന് മാറി നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മലയുടെ മുകളിൽ ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ഏകദേശം ഇതേ ലെവലിൽ തന്നെ താഴോട്ടിറങ്ങിയാൽ തന്നെ നമുക്ക് ഭയങ്കര വ്യൂ പോയിന്റ് ആണ്. പക്ഷെ നമുക്ക് വിദൂര കാഴ്ചകളൊന്നും നമുക്കൊന്ന് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഈ ഒരു ഹട്ടിൽ വന്ന് നമ്മൾ നിർത്തുവാണ് കേട്ടോ. താഴോട്ട് പോയാലും നല്ല മഞ്ഞാണ്. അതുകൊണ്ട് ആ ഹട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അവിടെ വരെ പോകാൻ പറ്റത്തുള്ളൂ, അതിന് താഴോട്ട് പോകാൻ പറ്റും കേട്ടോ. ഭയങ്കര അധാനമായിട്ടുള്ള ഗർഭം ഉള്ള താഴ്വരയാണ്. അപ്പം അവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം മഞ്ഞ അതിന് നമ്മൾ പോകുന്നില്ല. അപ്പം ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തിയിട്ട് നമ്മൾ മേപ്പോട്ട് കയറി പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ
അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങി വന്നത്. നമുക്ക് ഇതിലേനെ കയറിപ്പോൾ അതിലെ ഇതിലേം കയറിപ്പാം. പക്ഷെ ഇതാണ് ഇച്ചിരി കൂടെ നല്ല സൗകര്യം കേട്ടോ. എന്നിട്ട് അച്ഛൻ മാറിക്കേ വഴിയുടെ. ഓക്കെ, ഈ ടോപ്പ് സ്റ്റേഷൻ ടോപ്പ് സ്റ്റേഷൻ അല്ലേ? ടോപ്പ് സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ 12 മാസം ഇതുപോലെ മഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ശകലം ലക്കുകേടാണ്. കാരണം വിദൂര കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല. ആണ് ഞങ്ങൾ കയറി പോവാണ്. ദാസപ്പനോട് എത്തിയിട്ടാണ് പോയത്. ദാസപ്പൻ ഉണ്ട്. ദാസപ്പ വിദേശ കാഴ്ചകൾ നമുക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ നമ്മുടെ ഒരു സ്വപ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മൾ ഈ നടക്കുന്ന വഴികളുടെ എല്ലാം നല്ല കട്ടക്കോര മഞ്ഞിൻ്റെ ഒരു കാഴ്ച പ്രതീക്ഷയാണ് വന്നത്. പക്ഷേ ഇന്നേ ദിവസം മഞ്ഞ് വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ താഴെ ആ ടോപ്പ് സ്റ്റേഷൻ്റെ താഴത്തെ ഹട്ടിൽ മാത്രമേ മഞ്ഞുള്ളൂ. നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി. ഇനിയിപ്പോൾ അത് തന്നെയല്ല, ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു കാഴ്ചയിലൂടെ വീണ്ടും വരാം. അടുത്ത വീഡിയോ വരയ്ക്കും. ബൈ.